പക്ഷെ എന്നെ കേൾക്കാൻ അല്ലെങ്കിൽ എനിക്ക് എടാ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ സംസാരിക്കാൻ ഇങ്ങനെ എനിക്ക് ഭയങ്കര ആൾക്കാരുണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര തന്നെ ആയിപ്പോയി. പക്ഷെ ആ തന്നെ ആയിരുന്നപ്പോഴും എബിനാണ് എന്നെ ചേർത്ത് പിടിച്ചത്. അപ്പം പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പെൺകുട്ടികളുടെ ഗ്യാങ്ങും കാര്യങ്ങളൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടവും കാര്യങ്ങളൊക്കെയാണ്. ഈവൻ എനിക്കുമുണ്ട് അങ്ങനെ. ഞാൻ പറഞ്ഞത് അവരൊക്കെ ഇപ്പം അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവർ ബിസിയാണ്. ഇപ്പോൾ പണ്ടത്തെ പോലെ കാണാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെയാണ് കാണുന്നത്. പക്ഷെ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി എനിക്കിത് അതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് കോഫി കുടിക്കാൻ പോവാൻ, സംസാരിക്കാനും കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മളുടെ ബന്ധങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു ചെറിയ പിന്നെ അതിനെ കൂട്ടിക്കെട്ടാൻ വലിയ പാട്. പിന്നെ അതെ അതെ കൂട്ടിക്കെട്ടുമ്പോൾ അതെ. ലൈക്ക് ഓക്കെയാണ്, നമുക്കറിയാം ഇഷ്ടവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മളൊന്ന് ഇങ്ങനെ പിടിക്കും. ഉം. നമ്മൾ വൺസ് ഒന്ന് വേദനിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇനി വേദനിക്കാൻ നമ്മൾക്കൊരു പിടുത്തമായിരിക്കും. നമ്മൾ അങ്ങനെ അങ്ങ് പോവില്ല. ഈ ഹൗസിന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് എനിക്കുണ്ടായിരുന്ന ഒരു പ്രശ്നമാണ്. ഞാൻ ഹൗസിൽ പോയി ഒരു 100 ഡേയ്സ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കിനും ഞാൻ മെന്റലി ഭയങ്കര ഡ്രെയിൻഡ് ആയിരുന്നു. അധികം പേർക്ക് അറിയത്തില്ല ആ കാര്യം. അതെ അതെ. ഞാൻ പ്രൊഫഷണൽ ഹെൽപ്പ് ഞാൻ സീക്ക് ചെയ്തു. എനിക്ക് അത് വേണ്ടി വന്നു. ബിക്കോസ് ഭയങ്കര അതിഭീകര സൈബർ അറ്റാക്ക് ഒരു വഴി, അതെ പേഴ്സണൽ അതെ പ്രശ്നങ്ങൾ വേറെ വഴി. അതെ 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 അപ്പം ചേച്ചിക്കും അതുപോലെ തന്നെ അതെ അതെ അല്ലെ, അതെ അതെ. പേഴ്സണലി കുറെ ഇങ്ങനത്തെ പേഴ്സണലി ഫ്രണ്ട്സ് ആയ എന്തോ അതെ ആയിക്കോട്ടെ, അതെ നമുക്ക് കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ചേച്ചി എങ്ങനെയാ അത് ഹാൻഡിൽ ചെയ്തേ? ഞാൻ ഹൗസിൽ നിന്ന് എവിൻ ഇറങ്ങിയപ്പം ചേട്ടൻ തന്നെയായിരുന്നോ ആ അത്? ഹൗസിൽ നിന്ന് പോയപ്പം ഉള്ള ഒരു ഇതായിരുന്നില്ല. തിരിച്ചു വന്നപ്പം എവിനും എവിൻ്റെ ഫാമിലിയും എൻ്റെ ഫാമിലിയും, ഈ ഫാമിലി എന്ന് പറഞ്ഞൊരു ഇത് എന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ലൈക്ക് ഈ പറയുന്ന പോലെ എന്തിനും ഏതിനും. പിന്നെ കുറച്ച് ഈ പറയുന്ന പോലെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നോ രണ്ടോ പേര് ലൈക്ക് നമ്മളെ കേൾക്കാനോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും അവരുടെ അടുത്ത് പറയാനോ അല്ലെങ്കിൽ അവരെ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അവർ തിരക്കാന്ന് പറഞ്ഞ് മാറിയപ്പോൾ അതെനിക്ക് ഭയങ്കര അതിൽ നിന്ന് ഞാൻ ഓവർകം ചെയ്യാൻ ഒരുപാട് സമയമെടുത്തു. സ്റ്റിൽ ഞാനത് ഓവർകം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പം ആ ഒരു പെയിൻ ഉണ്ടാവും. കാരണം നമ്മളിപ്പം ഇപ്പോൾ ഒരു ഫ്രണ്ടിനോ അല്ലെങ്കിൽ ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ ആയിരിക്കും നമ്മളൊരാളെ സ്നേഹിക്കുന്നത്. അപ്പോൾ എനിക്ക് സെറീനനെ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ അർത്ഥം ഞാൻ നിൻ്റെ അടുത്ത് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇല്ല. നമ്മൾ ഇപ്പം അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരാളെ സ്നേഹിക്കുമ്പം നമ്മൾക്ക് എന്തെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നെ കേൾക്കാൻ, അല്ലെങ്കിൽ നമ്മൾക്കൊരു വിഷമം വരുമ്പോൾ എടി എന്ന് പറഞ്ഞ് വിളിക്കാനോ ഒരാളുണ്ടാവും. അത് അങ്ങനെയുള്ളവർ ഭയങ്കര ഭാഗ്യവതികളും ഭാഗ്യവാന്മാരുമാണെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ലൈക്ക് കുറേ പേരുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അവരൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കാണുമ്പം എനിക്കങ്ങനെ മിസ് ചെയ്യാറുണ്ട്. ലൈക്ക് അയ്യോ എനിക്കും എവിടെയോ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഇത്.